ഹഷറ എന്ന് പറഞ്ഞാൽ മഹ്ഷർ. ഹഷറ ഒരുമിച്ച് കൂട്ടുക, മഹ്ഷർ ഒരുമിച്ച് കൂട്ടുന്ന ഇടം എന്നാണല്ലോ. നാദ, നാദ യുനാദി, നിദാ വിളിക്കുക. അസ്വ യഅസി, ഇസ്യാൻ, അസി, അസ്വ കദ്ദബ വഅസ, ധിക്കരിച്ചു. അസ്വ ധിക്കരിച്ചു. താഴ്വരയ്ക്ക് എന്താ പറയാ? താഴ്വര അതാ താഴ്വരയുടെ പേരാണ്. താഴ്വരയുടെ അറബി എന്താണ്? താഴ്വരയുടെ അറബി വാദി, വാദിൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട. അപ്പൊ തുവാ താഴ്വര പരിശുദ്ധമാക്കപ്പെട്ടത് എങ്ങനെയാ? അള്ളാഹുവുമായുള്ള സംഭാഷണം നടന്നത് അവിടെ വെച്ചായതുകൊണ്ടും മറ്റൊന്ന് ബനു ഇസ്രായേലിനെ മോചിപ്പിച്ച് കൊണ്ടെത്തിയതും തുവാ താഴ്വരയിലേക്കാണ്. തുവയ്ക്ക് ഈ താഴ്വരയുടെ പേരല്ലാതെ വേറൊരർത്ഥം കൂടി പറഞ്ഞിരുന്നു. തുവ രാത്രി എന്നുള്ള അർത്ഥം. വാദിൽ മുഖദ്ദസ് തുവ. ഈ ഫറോവയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, അന റബ്ബുക്കുമുൽ അഅല. അതിന്റെ ഉദ്ദേശം എന്താണ്? ഞാനാണ് പരമോന്നതനായ രക്ഷിതാവ് എന്ന് ഫറോവ പ്രഖ്യാപിച്ചതിൻ്റെ കാരണം, ഞാൻ ഒരു ദൈവമാണ് എന്നുള്ള പ്രഖ്യാപനമാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പരിപാലിക്കുന്നത്, നിങ്ങളെ മരിപ്പിക്കുന്നത് ഒക്കെ ഞാനാണ് എന്ന വാദമായിരുന്നോ ഫറോവയ്ക്ക് ഉണ്ടായിരുന്നത്? നമ്രൂദിന് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സൂര്യനെ അള്ളാഹു കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നുവെങ്കിൽ നീ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ എന്ന് അവസാനം ഇബ്രാഹിം നബി നമ്രൂദിനോട് പറയുകയും അങ്ങനെ പരാജയപ്പെടുകയും ചെയ്തത് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ വാദം ഫറോവയ്ക്കുണ്ടായിരുന്നു. നിങ്ങളെ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, മരിപ്പിക്കുന്നത്, അന്നം തരുന്നത്, ഇതൊക്കെ അങ്ങനെ ഒരു ദൈവം ഞാനാണ് എന്നുള്ള വാദം ഫറോവയ്ക്കുണ്ടായിരുന്നില്ല. പിന്നെ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ വാദമായിരുന്നു. ഇത് എൻ്റെ രാജ്യം, ഇവിടെ എൻ്റെ നിയമങ്ങളെ നടപ്പിലാകൂ എന്ന വാദമാണ് ഫറോവ അന റബ്ബുക്കുമുൽ അഅല എന്നതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ രാജ്യമാണ്, എൻ്റെ നിലപാടുകളാണ്, എൻ്റെ നയങ്ങളാണ്, എൻ്റെ നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാകുള്ളൂ. അതിനപ്പുറം ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയിൽ വിശ്വസിക്കുകയോ എന്ന് പോലും ഫറോവ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിക്ഷിക്കാൻ അധികാരം, അനുസരിക്കാൻ അധികാരം ഒക്കെ ഉള്ളത് എനിക്കാണ് എന്നുള്ള വാദമായിരുന്നു ഫറോവയ്ക്കുണ്ടായിരുന്നത്. നക്കാൽ എന്ന് പറഞ്ഞാൽ നക്കാൽ, നക്കാല് ശിക്ഷ. നക്കാലൽ ആഖിറത്തി വൽ ഊല എന്ന് പറയുന്നത് ശിക്ഷ. ആഖിറത്തും ഊലയും ആദ്യവും അവസാനവും എന്ന് പറഞ്ഞാൽ ഇഹലോകവും പരലോകവും. ഇബറത്ത് ഗുണപാഠം. അപ്പൊ ഈ പറഞ്ഞ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫറോവയുടെയും ചരിത്രത്തിൽ നിന്നും ഗുണപാഠം ലഭിക്കുന്നത് ആർക്കാണ്? എല്ലാവർക്കും ഗുണപാഠമുണ്ടോ? എല്ലാവർക്കും ഗുണപാഠം അതിലുണ്ട്. പക്ഷെ ഗുണപാഠം ഫലപ്രദമാകുന്നത്, ഉൾക്കൊള്ളുന്നത്, അതാർക്കാണ് കഴിയുക? ഉൾക്കൊള്ളാൻ കഴിയുന്നത്, ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആർക്കാണ്? എന്ന് പറയുന്നുണ്ട്. ഖശിയത്ത്, ഭയപ്പാടുള്ളവർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ഇതിൽ ഗുണപാഠം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അല്പമൊക്കെ ദൈവഭയം മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ്. അവിടെ ഇനി ഏകദൈവത്വ വിശ്വാസം മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ദൈവവിശ്വാസം കുറച്ചൊക്കെ ഉള്ള ആളുകൾക്ക് ഇത്തരം സംഗതികൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ബോധ്യപ്പെടാനും അങ്ങനെ നേർവഴിയിലേക്ക് കടന്നു വരാനും സാധിക്കും. അവർക്കേ അതിന് കഴിയുള്ളൂ എന്നാണ്. എപ്പോഴും ധാർഷ്ട്യം വെച്ച് പുലർത്തുന്ന, ധിക്കാര മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് എന്തൊക്കെ ചരിത്രം കേട്ടാലും അവർക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ ഇതിന്റെ ബാക്കി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أأنتم أشد خلقا أم السماء بناها
رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى صدق الله العليم. സൂറത്തുൻ നാസിആത്ത് അതിൻ്റെ പ്രാരംഭത്തിൽ മരണത്തെക്കുറിച്ചും 1, 2, 3 കാഹളത്തിലെ ഊത്തിനെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ ആ കാഹളമൂത്തുകളെ കുറിച്ച് രണ്ടാമത്തെ കാഹളമൂത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആളുകൾ ദുനിയാവിൽ വെച്ച് പ്രവാചകന്മാരോട് വെല്ലുവിളിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചിരുന്ന ഒരു പരാമർശം ഖുറാനിൽ പറയുന്നുണ്ട്. ഇദാ കുന്ന ഇളാമൻ നഖിറ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ ദ്രവിച്ച എല്ലുകളായി മാറിയതിന് ശേഷവും വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്ന ചോദ്യം പ്രവാചകന്മാരെ എതിർക്കുന്നതിന് വേണ്ടി അവർ ചോദിച്ചു. എന്ന് വെച്ചാൽ പരലോക നിഷേധമാണ്. അവിടെ ഞങ്ങൾ മരിച്ചു, മണ്ണിനോട് ചേർന്നു, എല്ല് പോലും ദ്രവിച്ച് മണ്ണിലേക്ക് ലയിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സംഗതിയെ നടക്കില്ല എന്നുള്ള വാദമായിരുന്നു അവർ ഉയർത്തിയത്. അപ്പോൾ ആ വാദം ഉയർത്തുന്നതിന് മുമ്പ്, അതിൻ്റെ ഒരു തെളിവ് നിരത്തുന്നതിന് മുമ്പാണ് മൂസാ നബിയുടെയും ഫറോവയുടെയും ചരിത്രം പറഞ്ഞു വെച്ചത്. ഇതേ വാദങ്ങൾ ഇല്ലെങ്കിൽ ഇതേ ആശയവുമായി ഒരുപാട് പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയും പരലോക ബോധ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലായിരുന്നു. ഹല്ലക ഇലാൻ തസക്ക എന്ന് പറയണ്ടല്ലോ, നിനക്കെന്തേ ഒന്ന് സന്മാർഗം നേർവഴിയിലേക്ക് വന്നുകൂടെ എന്ന് ഫറോവയോട് മൂസാ നബി ചോദിക്കുന്നുണ്ട്. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ, നിനക്ക് ഞാൻ അള്ളാഹുലേക്കുള്ള വഴി കാണിച്ചു തരാം, അങ്ങനെ നിനക്ക് ഭയപ്പാടോടുകൂടി ജീവിക്കാം, നേർവഴി പ്രാപിക്കാം, പരലോക മോക്ഷം സിദ്ധിക്കാം എന്നൊക്കെയും മൂസാ നബി അലൈഹി ഇസ്ലാം ഫറോവയെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഫറോവ കദ്ദബ വഅസ, ധിക്കരിച്ചു, കളവാക്കി ധിക്കരിച്ചു. പിന്നീട് എല്ലാ അർത്ഥത്തിലും മൂസാ നബിയെ എതിരിടുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഏറ്റവും വലിയ ദൃഷ്ടാന്തം മൂസാ നബി കാണിച്ച വടി പാമ്പാവുക എന്ന ദൃഷ്ടാന്തം അവിടെയും കാണിച്ചു. അപ്പൊ അതിനെ മറികടക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മജീഷ്യന്മാരെയും ഇന്ദ്രജാലക്കാരെയും കൊണ്ടുവന്ന് അവരെല്ലാവരും വടിയിട്ട് അവസാനം അവരുടെ വടികളെ പാമ്പുകളായ വ്യാജമായ പാമ്പുകളായ വടികളെ മൂസാ നബിയുടെ വടിയിട്ടപ്പോൾ ഉണ്ടായ പാമ്പ് വിഴുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെല്ലാം മൂസാ നബിയുടെ ആശയത്തിലേക്ക് കടന്നു വരുന്നു, ഇന്ദ്രജാലക്കാർ. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞു, ഫറോവ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയിൽ വിശ്വസിക്കുകയോ എന്ന് ചോദിക്കുന്നതും. ഇന്നഹാദാ ലകൈദുൻ, ഇത് ഒരു തന്ത്രമാണ്, നിങ്ങൾ പട്ടണത്തിൽ വെച്ച് തന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് എന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു തന്ത്രമാണ്. മൂസാ നബി നിങ്ങൾക്ക് ഈ ഇന്ദ്രജാലം പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ ഗുരുനാഥനാണ് എന്നൊക്കെയും ഫറോവ വാദമുന്നയിക്കുന്നതൊക്കെ ആ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഫറോവയുടെ പര്യവസാനവും പറഞ്ഞു, നിഷേധിച്ചതിൻ്റെ ഫലമായി അള്ളാഹു നക്കാലൽ ആഖിറത്തി വല്ലൂല, ഇഹത്തിൽ മാത്രമല്ല പരത്തിലും ഫറോവയ്ക്ക് അള്ളാഹു ശിക്ഷ നൽകും. അപ്പൊ അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം, ചരിത്രം പറഞ്ഞതിന് ശേഷം ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ ചില തെളിവുകൾ അള്ളാഹു നിരത്തുന്നതാണ്. അതിനാണ് ആദ്യത്തെ ഒരു ചോദ്യരൂപത്തിലാണ്, അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. അൻതും, അന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അൻതും എന്ന് പറഞ്ഞാൽ ഹൽ അൻതും, നിങ്ങളാണോ, അശദ്ദു ഷദീദ് പറയല്ലോ, ഷദീദ് അദാബുൻ ഷദീദ്, അശദ് അതിന്റെ ഇസ്മു തഫ്ദീൽ എന്നാണ് സൂപ്പർലേറ്റീവ്, ഏറ്റവും പ്രയാസകരം, അശദ്ദു ഏറ്റവും പ്രയാസകരം, അശദ്ദു ഖൽഖൻ, ഖൽഖ് സൃഷ്ടിപ്പിൽ ഏറ്റവും പ്രയാസകരം നിങ്ങളെ സൃഷ്ടിക്കലാണോ. ഇവിടെ നിങ്ങളുടെ സൃഷ്ടിപ്പ് എന്നുള്ളത് രണ്ടാമതുള്ള സൃഷ്ടിപ്പാണ്. നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കലാണോ ഏറ്റവും പ്രയാസകരം,
അമിസ്സമാഉ, അല്ലെങ്കിൽ ഈ ആകാശത്തെ സൃഷ്ടിക്കലാണോ? ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഗോളങ്ങളും ചക്രവാളങ്ങളും ഒക്കെ നിലകൊള്ളുന്ന ഈ ആകാശത്തെ സൃഷ്ടിക്കലാണോ പ്രയാസകരം, അതല്ല നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കലാണോ? ആദ്യത്തെ വട്ടം സൃഷ്ടിക്കൽ ചിലപ്പോൾ ഏതൊരു വസ്തുവില്ല, ഇപ്പോൾ നിലവിൽ കണ്ടുപിടിക്കുന്ന സംഗതികളായാൽ പോലും ഒന്നാമത്തെ വട്ടം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കും അല്ലെ? ചില ഗുളികകൾ പോലും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വില കൂടുന്നത് രോഗം കുറവായതുകൊണ്ടാണല്ലോ. അപ്പൊ ചില ഗുളികകൾ പോലും വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ രീതി കണ്ടുപിടിക്കുക. പക്ഷെ ആ ഒരെണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ ബാക്കിയുള്ളത് നിർമ്മിക്കാൻ വലിയ പ്രയാസമില്ല. ഈ ചില മരുന്നുകൾക്ക് 10 കോടിയും 18 കോടിയുടെയൊക്കെ കാരണം എന്താ? റയറായിട്ടുള്ള രോഗമായിരിക്കും. ആ മരുന്ന് വർഷങ്ങളുടെ അധ്വാനത്തിൽ കോടികൾ ചിലവഴിച്ച് കണ്ടുപിടിച്ചിട്ട് ചിലവഴിക്കാൻ പറ്റണമല്ലോ. ഒരുപാട് പേർ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് വില കുറയ്ക്കാം, പൈസ കുറയ്ക്കാം. പക്ഷേ 1 2 അല്ലെങ്കിൽ 10 100 പേര് മാത്രം വാങ്ങിക്കുന്നതിന് വില കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 10 കോടിയും 18 കോടിയൊക്കെ അതിന് വില വരുന്നത്. വാങ്ങിക്കാൻ ആളുകളില്ല, പക്ഷെ കോടികളുടെ ചിലവ് വന്നിട്ടുണ്ട്. പക്ഷെ അത് ആദ്യം ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും ഒന്നാമത്തെ നിർമ്മാണം പ്രയാസകരമായിരിക്കും, പിന്നീട് നിർമ്മിക്കൽ എളുപ്പമായിരിക്കും. അതേ അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. എന്നിട്ട് കോടാനുകോടി മനുഷ്യരുടെ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നു. എന്നിട്ട് മനുഷ്യൻ വാദിക്കുന്നു നമ്മൾ മരിച്ച് എല്ലും മണ്ണിനോട് ചേർന്നിട്ട് പിന്നെയും ഞങ്ങളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത സംഗതിയാണ്, അസംഭവ്യമാണ് എന്ന് മനുഷ്യൻ വാദിക്കുന്നു. അപ്പൊ അതിനുള്ളൊരു മറുചോദ്യമായി അള്ളാഹു നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിക്കാൻ പറയണം. നിങ്ങളല്ലാത്ത ഒരുപാട് സൃഷ്ടികളുണ്ടല്ലോ അല്ലെ? നമ്മുടേതായ വലിപ്പം അതിനേക്കാളും വലുത് ഇഷ്ടംപോലെ സൃഷ്ടികളുണ്ട്. മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, പറവകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഇനി ആകാശത്തിൽ കാണുന്ന ഒരുപാട് ഗോളങ്ങളും ചക്രവാളങ്ങളും, ഭൂമിയുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഭൂമി. അപ്പൊ ഈ പറഞ്ഞ ആകാശത്തിലേക്കാണ് അള്ളാഹു വിരൽ ചൂണ്ടിയത്. കാരണം ഇതെല്ലാം ആകാശത്തിന്റെ കീഴിലാണല്ലോ സർവ്വതും ഉള്ളത്. അപ്പൊ ഈ ആകാശത്തെ സൃഷ്ടിക്കലാണോ മനുഷ്യനെ സൃഷ്ടിക്കലാണോ ഏറ്റവും പ്രയാസകരം? അല്ലെ? നമ്മൾ എത്രത്തോളം ഉണ്ട്? ആകാശത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ട്? ഒന്നുമില്ലല്ലോ, ഒരല്പം പോലും ഇല്ല. ഒന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു 10 നില വീടിന്റെ മുകളിൽ കയറിയുന്ന, ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ കയറിയുന്ന താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലായിരിക്കും കാണുന്നതെന്നറിയാം. അപ്പൊ മനുഷ്യൻ അത്രേ ഉള്ളൂ. അപ്പൊ അത്രയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കലാണോ ഈ പ്രപഞ്ചം മുഴുവനും വലയം ചെയ്ത് നിൽക്കുന്ന ഈ ആകാശത്തെ സൃഷ്ടിക്കലാണോ പ്രയാസം എന്ന് ചോദിച്ചാൽ, പ്രയാസം എന്ന് ചോദിച്ചാൽ ഏതാണ്? ആകാശത്തെ സൃഷ്ടിക്കലാണ് പ്രയാസം എന്ന് എല്ലാവരും കണ്ണും പൂട്ടി പറയും. ആകാശത്തെ സൃഷ്ടിക്കൽ തന്നെയാണ് പ്രയാസം. അപ്പൊ അള്ള പറയുന്നു ബനാഹ, ദേ ആ ആകാശത്തെ അള്ള നിർമ്മിച്ചിരിക്കുന്നു. ആകാശത്തെ ഓൾറെഡി അള്ള നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രയാസകരമായ ആകാശത്തെ ഉണ്ടാക്കി കഴിഞ്ഞു, സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രയാസകരമെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അവിടെ മറ്റൊരു വശം കൂടിയുണ്ട്. ആകാശത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്നവർ അംഗീകരിക്കുകയാണ്. അള്ളാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്ന് മനുഷ്യൻ അംഗീകരിക്കുന്നു, ഖുറൈശികൾ അംഗീകരിക്കുന്നു. ഇനി നിഷേധികളാണെങ്കിൽ പോലും അവരൊക്കെയും അംഗീകരിക്കുന്നു. ഇനി അള്ളാഹ് അല്ല സൃഷ്ടിച്ചത് എന്ന് അവർക്ക് വാദമുണ്ട് എങ്കിൽ പിന്നെ ആര് സൃഷ്ടിച്ചു എന്ന് അവർ നിരത്തേണ്ടി വരും, തെളിവുകൾ സഹിതം നിരത്തേണ്ടി വരും. പിന്നെ ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? അപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ സ്വമേധയാൽ രൂപപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ മുമ്പ് ഇമാം അബൂ ഹനീഫയുടെ സംഭവം പറഞ്ഞല്ലോ. നിരീശ്വരവാദികളുമായി തർക്കം, വാദത്തിന് വേണ്ടി പോകുന്ന വേളയിൽ ഒരു പുഴ കടന്നു പോകുന്ന ഒരു ചരിത്രം പറഞ്ഞല്ലോ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. കാരണം എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ മറുകരയിൽ നിന്നപ്പോൾ വരാനുള്ള ഒരു തോണി ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു മരം പെട്ടെന്നത് തനിയെ മുറിഞ്ഞ് പലകകളായി അത് തോണിയായി മാറി. അതിനുശേഷം ഞാൻ തോണിയിൽ കയറി ഇപ്പുറത്തേക്ക് എത്തിയത് കൊണ്ടാണ് വൈകിപ്പോയത് എന്ന് അബൂ ഹനീഫയുടെ ഇമാമിന്റെ മറുപടി കേട്ടപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ ഒരു തനിയെ മരം മുറിഞ്ഞ് പലകയായി തോണി ഉണ്ടാവുകയോ? അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. അങ്ങനെ ഈ ഭൂമി തനിയെ ഉണ്ടാവില്ല, ഈ പ്രപഞ്ചം തനിയെ ഉണ്ടാവില്ല, മനുഷ്യർ തനിയെ ഉണ്ടാവില്ല. അതിൻ്റെ പിന്നിൽ ആ ഒരു നിർമ്മാതാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അപ്പൊ ആ സൃഷ്ടാവിനെയാണ് അള്ളാഹു എന്ന് വിളിക്കുന്നത് എന്ന് ഇമാം അബൂ ഹനീഫ പറഞ്ഞതുപോലെ ഈ ആകാശത്തെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലെങ്കിൽ അതിനെ നിർമ്മിച്ച ഒരു നിർമ്മാതാവിനെ കൊണ്ടുവരേണ്ടി വരും. അതാരെ കൊണ്ടുവരും? അങ്ങനെ ഒരു നിർമ്മാതാവിനെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു വാദം ഒരാൾക്ക് ഉന്നയിക്കാനും കഴിയില്ല, അങ്ങനെ ഉന്നയിക്കയില്ല.
അപ്പൊ അത് അള്ളാഹു ആണ് എന്ന് അവർ അംഗീകരിക്കുന്നു. അപ്പൊ ഇത്രയും വലിയ ആകാശത്തെ, അതിൽ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെയുള്ള ഗോളങ്ങളും ചക്രവാളങ്ങളും ഒക്കെ ഉള്ള ആകാശത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഇത്തിരി കുഞ്ഞന്മാരായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്, മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, സൃഷ്ടിച്ചു കഴിഞ്ഞ മനുഷ്യനെ അവന്റെ മരണശേഷം പിന്നീട് വീണ്ടും പുനർജനിപ്പിക്കുന്നതിന് എന്താണ് പ്രയാസം? ഓൾറെഡി സൃഷ്ടിച്ചു കഴിഞ്ഞ് നമ്മുടെയൊക്കെ രൂപം അവിടെ സ്കാൻഡാണ്, ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരാളെ വീണ്ടും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്, പുനർജന്മം നൽകുന്നതിന് അള്ളാഹുവിന് എന്താണ് പ്രയാസം എന്നതാണ് ചോദ്യം. അപ്പോൾ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കൽ അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. ആകാശത്തെ വരെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, രണ്ടാമതും സൃഷ്ടിക്കാൻ ഒരു പ്രയാസമില്ല. ആണ് അന്തും അശദ്ദു ഖൽഖൻ, നിങ്ങളാണോ സൃഷ്ടിപ്പിൽ ഏറ്റവും പ്രയാസകരം, അതല്ല അമിസ്സമാഉ, ആകാശമാണോ, ബനാഹ, അതിനെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. റഫഅ സംകഹ ഫസവ്വാഹ, അതിനെ അവൻ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ മേലാപ്പിനെ, സംക അതിന്റെ വിധാനം എന്ന് പറയും, മേലാപ്പ്. റഫഅ സംകഹ, അതിനെ ഉയർത്തിയിരിക്കുന്നു. ഫസവ്വാഹ, എന്നിട്ട് അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തു. എന്നുവെച്ചാൽ വാസയോഗ്യമാക്കുന്ന തരത്തിലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, സൂറത്തുൽ ലുഖ്മാൻ വിശദീകരിക്കുന്നത് പോലെ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് അൻതമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ആടിയുലയാതിരിക്കാൻ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് അല്ലാഹു ഈ ഭൂമിയെ നിലനിർത്തിയത്. ആകാശവുമായിട്ടാണ് അതിന്റെ കണക്ഷൻ. ഏതൊരു മേലാപ്പിനും ഒരു തൂണ് വേണം. ഏതൊരു സംഗതിയും നമ്മളിങ്ങനെ മുകളിൽ നിർത്തണമെങ്കിൽ അതിന് ഒരു സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. ഏത് വേണമെങ്കിലും ഒന്ന് വെച്ച് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ആകാശത്തിനും ഉണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ആകാശത്തിന്റെ മേലാപ്പിനെ, അതിന്റെ വിധാനത്തെ അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തു. അത് ചെയ്തതും അള്ളാഹു തന്നെയാണ്. അത് കൃത്യമായി ശരിപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇരുട്ടുള്ളതാക്കിയെന്ന, അതിന്റെ രാത്രിയെ ഇരുട്ടുള്ളതാക്കുകയും വഅഖ്റജ ദുഹാഹ, അതിന്റെ പകൽ വെളിച്ചത്തെ അവൻ പുറത്തെടുക്കുകയും ചെയ്തു. രാത്രി നിർമ്മിച്ചത്, പകൽ രൂപപ്പെടുത്തിയത്, ആകാശം വീണുപോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നത്, അതിനെ ചൊവ്വായ രൂപത്തിൽ തന്നെ ക്രമപ്പെടുത്തിയത്, ആവശ്യമായ സന്ദർഭങ്ങളിൽ സൂര്യോദയവും അസ്തമയവും, ചന്ദ്രോദയവും അസ്തമയവും, അതിൻ്റെ പ്രകാശവും, നക്ഷത്രങ്ങളുടെ നിലനിൽപ്പും, മഴ വർഷിക്കുന്നതും ഒക്കെ ആവശ്യാനുസരണം ഭൂമിക്കും മനുഷ്യനും ജീവജാലങ്ങൾക്കും ആവശ്യമായ തരത്തിൽ ക്രമീകരിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. ഇതൊക്കെ ഒരു നിസ്സാര സംഗതി എന്ന് മനുഷ്യന് പറയാൻ കഴിയുമെന്നാണ്. എതിർക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു നിസ്സാരമാണ്. രാത്രി എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, പകല് എന്ന് പറയുന്നത് നിസ്സാരമാണ്. പക്ഷെ പകലും രാത്രിയും അള്ളാഹു വളരെ കൃത്യമായി അതിൻ്റെ മണിക്കൂറുകൾ പോലും തിട്ടപ്പെടുത്തി. നമുക്കറിയാലോ, പകല് കുറവുള്ള സന്ദർഭങ്ങളുണ്ട്, കൂടുതലുള്ള സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ പകല് കൂടുതലാണല്ലേ? കുറവാണ്. കുറവാണ്, ഇപ്പൊ കുറവാണ്. ഇനി ഒരു 6:50, 6:45 വരെയൊക്കെ ബാങ്ക്, മഗ്‌രിബിന്റെ ബാങ്ക് നീളുന്ന സമയം കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരും. അപ്പോൾ പകല് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്കൊരു 12, 13, 14 മണിക്കൂറൊക്കെയാണ് മാക്സിമം പകല് വരുള്ളൂ. മറ്റു ചില പ്രദേശങ്ങളിലോ 15, 16 മണിക്കൂറുകൾ വരുന്ന പ്രദേശമുണ്ട് അല്ലേ? രാത്രി തീരെ കുറവുള്ളതുകൊണ്ട് 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട്. അവിടുത്തെ ജനവാസം നോക്കിയാൽ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ തുച്ഛമാണ്. വളരെ കുറവ് മാത്രമേ ജനവാസം ഉണ്ടാവുള്ളൂ. കാരണം പകലും രാത്രിയും ഏകദേശം ഒരുപോലെ നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ജനവാസം കൂടുതൽ. എന്നുവെച്ചാൽ 13, 14 മണിക്കൂറൊക്കെ പകൽ കിട്ടുന്ന ഇടങ്ങളിലാണ് ജനങ്ങൾ കൂടുതലായിട്ട് വസിക്കുന്നത്. അതിലത് 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള ഭൂപ്രകൃതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനവാസം കുറവാണ്. ആ രൂപത്തിലാണ് പടച്ചവൻ ഭൂമിയെ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. എന്നുവെച്ചാൽ രാത്രിയും പകലും മനുഷ്യനും ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന റോള് രാവും പകലും വഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇതിങ്ങനെ കൃത്യമായി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആര്, എന്തിന് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. അവനാണ് യഥാർത്ഥ സൃഷ്ടാവ്, യഥാർത്ഥ ദൈവം എന്ന് പറയുന്ന പടച്ചവൻ. അങ്ങനെ രാവിനെയും പകലിനെയും മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി കൃത്യമായി ചിട്ടപ്പെടുത്തി. ഇനിയിപ്പോ ഏതൊക്കെ ഭൂഗോളങ്ങൾ കണ്ടുപിടിച്ചാലും ചൊവ്വയിൽ
ജീവിക്കാൻ പറ്റുമെന്നൊക്കെ കണ്ടുപിടിച്ചാലും ഈ പറയുന്ന പോലെ രാവും പകലും അവിടെ എങ്ങനെ സമമായി കൃത്യമായി വരുന്നില്ലെങ്കിൽ അവിടെയും ഏച്ചു കെട്ടി വഴിച്ചിരിക്കുമോ എന്ന് പറഞ്ഞ പോലെയുള്ള രൂപത്തിലേക്ക് ചിലപ്പോൾ ആയിപ്പോകും. എങ്ങനെയൊക്കെ ആയാലും അപ്പോ അള്ളാഹു സൃഷ്ടിച്ച ഓരോ രൂപങ്ങളുണ്ട്, ഓരോ സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടിയെ അതിൻ്റെതല്ലാത്ത വേറൊരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ വർക്ക് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ കുറച്ചു നാളിങ്ങനെ മുന്നോട്ട് പോകും, പക്ഷേ അത് വീണ്ടും ഇല്ലാതാകാനാണ് സാധ്യത. അങ്ങനെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മനോഭാവത്തിനനുസരിച്ച് ഒരാണാണെങ്കിൽ ആണിന്റെ പെണ്ണിന്റെ മനോഭാവമാണെങ്കിൽ പെണ്ണായി മാറാം, പെണ്ണാണെങ്കിൽ ആണിന്റെ മനോഭാവമാണെങ്കിൽ ആണായി മാറാം എന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട്. അപ്പൊ ആ രൂപം അനുസരിച്ച് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ലിംഗമാറ്റം നടത്തിയാൽ പോലും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ മാറ്റിയവരുടെയൊക്കെ അനുഭവങ്ങളുണ്ട്. അതിൻ്റെതായ പ്രയാസങ്ങൾ ജീവിതകാലം മുഴുവൻ പേര്. കാരണം അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പുണ്ട്. ആ സൃഷ്ടിപ്പിൽ തങ്ങളുടേതായ ആശയങ്ങളും തങ്ങളുടേതായ ചിന്തകളും വെച്ചിട്ട് രൂപമാറ്റങ്ങൾ വരുത്തുമ്പോൾ ഓരോന്നും അതിൻ്റെതായ രൂപത്തിൽ കൃത്യമായി മുന്നോട്ട് പോകില്ല. അത് പ്രപഞ്ചം അങ്ങനെ തന്നെയാണ്. അപ്പൊ അള്ളാഹു ഭൂമിയെ ആ രൂപത്തിൽ രാവും പകലും ക്രമീകരിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. ഇനി ഇവിടെയുള്ള സസ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വെയിൽ കൂടുതലാണെങ്കിലോ, ഇനി വെയിലേ ഇല്ലെങ്കിലോ, സൂര്യപ്രകാശമേ ഇല്ലെങ്കിലോ, ഒന്നാലോചിച്ച് നോക്കിയേ. സൂര്യപ്രകാശമേ ഇല്ലെങ്കിൽ ഈ സസ്യങ്ങളും മരങ്ങൾക്കും നിലനിൽപ്പില്ല. ഇനി സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ, തണലില്ലെങ്കിൽ അപ്പോഴും അതിന് നിലനിൽപ്പില്ല. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് മൃഗങ്ങളായാലും സസ്യങ്ങളായാലും ഈ പറഞ്ഞ രാവും പകലും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവിടെയൊന്നും നിലനിൽപ്പില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയത് ആര്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് മനുഷ്യനെ പിന്നെ രണ്ടാമത് പുനർജന്മം നൽകാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നതാണ്. ഈ ബുദ്ധിപരവും യുക്തിപരവുമായ ചില തെളിവുകൾ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പുനർജന്മമുണ്ട് എന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതാണ്. പിന്നെ ഭൂമിയെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. വൽ അർള ബഅദ ദാലിക ദഹാഹ. എന്നിട്ട് അല്ലാഹു ഭൂമിയെ പരത്തി. ഭൂമിയെ പരത്തുക എന്ന് പറഞ്ഞാൽ വാസയോഗ്യമാക്കി എന്നാണ് അതിന്റെ ഉദ്ദേശം. ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് ചോദിച്ചാൽ, ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഭൂമി ഉരുണ്ടതാണ്. അപ്പൊ ഉരുണ്ടതാണെങ്കിൽ നമ്മളൊക്കെ വീണുകൊണ്ടേന്ന് ചോദിച്ചാലോ, ഉരുണ്ട ഭൂമിയിൽ അത് ഉരുണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ കറങ്ങുന്നതായി നമുക്ക് തോന്നുന്നില്ല, ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അല്ല, ഏതെങ്കിലും ഒരു എൻഡ് ഭൂമിക്കുള്ളതായിട്ടും ഇവിടെ ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു എൻഡ് ഉണ്ട്. എൻഡ് ഉണ്ടെങ്കിലാണല്ലോ പിന്നെ നിലത്തേക്ക് വീഴാൻ പറ്റുള്ളൂ. പരന്ന ഒരു സാധനത്തിന് എങ്ങനെയായാലും ഒരു എൻഡ് ഉണ്ടാവും. ആ എൻഡ് കഴിഞ്ഞാൽ, ആ അതിര് കഴിഞ്ഞാൽ പിന്നെ നേരെ താഴേക്ക് പോകണം. ഭൂമി ഉരുണ്ടതായതുകൊണ്ടാണ് അങ്ങനെ താഴേക്ക് പോകാത്തതും. ഭൂമി ഉരുണ്ടതായതുകൊണ്ടാണ് പരന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഏത് വഴി എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന ഉരുണ്ടതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് നിലത്തേക്ക് വീഴും. അപ്പൊ ആ രൂപത്തിൽ അല്ലാഹു ദഹ, പരത്തി, വാസയോഗ്യമാക്കി, ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ വാസയോഗ്യമാക്കി. തൊട്ട് മുകളിൽ പറഞ്ഞ സംഗതികളൊക്കെ അതിനോട് ചേർത്ത് വയ്ക്കണം. ആകാശം മേലാപ്പായിട്ട് സംവിധാനിച്ചു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആവശ്യമായ ചൂടും തണുപ്പും ഒക്കെ നൽകുന്നതിന് വേണ്ടി സൂര്യപ്രകാശം ഉൾപ്പെടെയുള്ളത് അള്ളാഹു സൃഷ്ടിച്ചു. വൃക്ഷങ്ങളും സസ്യങ്ങളും മൃഗങ്ങളെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചു. മനുഷ്യന് കാലാകാലം കഴിക്കാൻ ആവശ്യമായ സംഗതികളൊക്കെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു. മഴ വർഷിപ്പിച്ച് നൽകി. ആ മഴവെള്ളത്തെ സംഭരിച്ചു വെക്കാൻ പറ്റുന്ന ഉറവകളും പുഴകളും അരുവികളും കിണറുകളും ഒക്കെ അള്ളാഹു സംവിധാനിച്ചു. ഇനി ശേഷവും വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭൂമിയെയും കൃത്യമായി സംവിധാനിച്ചു വെച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് എന്ത് കഴിയില്ല? അവരുടെ വാദം അനുസരിച്ച് ആ മനുഷ്യനെ വീണ്ടും മരിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കാൻ കഴിയില്ല. ഇതൊക്കെ ചെയ്ത അള്ളാഹുവിന്. വീണ്ടും പറയുന്നു, അഖ്റജ മിൻഹാ മാഅഹാ വ മർആഹ. ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു വെള്ളം ഉൽപ്പാദിപ്പിച്ചു, വെള്ളം പുറപ്പെടുവിച്ചു. അഖ്റജ. അപ്പോ വെള്ളം ആകാശത്ത് നിന്നല്ലേ ഇറങ്ങിയത്? ഭൂമിയിൽ നിന്നും പുറപ്പെടുവിക്കുകയാണോ ചെയ്തതെന്ന് വെച്ചാലോ, ഭൂമിയിൽ ഉറവകളാക്കി എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഭൂമിയിലെ ഉറവകളിൽ നിന്നും അള്ളാഹു ആണ് വെള്ളം നൽകുന്നത്. ഈ പറഞ്ഞ ഭൂമിയുടെ ഏത് ഭാഗത്ത്, മിക്കവാറും എല്ലാ ഭാഗത്തു നിന്നും ഉറവകളുണ്ട് അല്ലേ? കിണറുകൾ ഒഴിക്കുന്നിടത്തൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്, വെള്ളം ലഭിക്കുന്നുണ്ട്.
ഇനി അവിടെ വെള്ളം ലഭിച്ചില്ലെങ്കിൽ തൊട്ടപ്പുറത്തോ അപ്പുറത്തോ ഒക്കെ ആയിട്ട് വെള്ളം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉള്ള ഭൂമിക്കടിയിലുള്ള ഈ വെള്ളം എല്ലാം കൂടി ഇങ്ങോട്ട് പൊട്ടിച്ചാടി വന്നാലോ ഭൂമിയുടെ അവസ്ഥ എന്താവും? അതങ്ങനെ ഭദ്രമാക്കി അള്ളാഹു വെച്ചിരിക്കുകയാണ്. ഭൂമിക്കടിയിലുള്ള വെള്ളം മനുഷ്യന് ആവശ്യമായ സന്ദർഭങ്ങളിൽ അവർക്ക് പുറത്തെടുക്കാൻ വേണ്ടി കൃത്യമായി ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. ശക്തമായ വേനൽക്കാലങ്ങളിൽ പോലും നമുക്ക് വെള്ളം ലഭിക്കുന്നു, ശക്തമായ വേനൽക്കാലങ്ങളിൽ പോലും. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹു വെള്ളവും എന്ന് പറഞ്ഞാൽ മേച്ചിൽ പുറം, മേച്ചിൽ സ്ഥലം അഥവാ സസ്യങ്ങൾ ധാരാളമുള്ള ഇടങ്ങൾ, കൃഷി നടത്തുന്ന കൃഷിയിടങ്ങൾ, അതൊക്കെ എന്നതാണ്. അപ്പൊ ആ മേച്ചിൽ പുറങ്ങളും കൃഷിയിടങ്ങളും അള്ളാഹു അതിൽ നിന്നും കൃഷി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതും ഈ വെള്ളം ഉപയോഗിച്ചാണ്, അഥവാ ഭൂമിയിൽ നിന്നാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് കിണർ ഒഴിക്കുമ്പോൾ വെള്ളം കിട്ടുന്നതും നിങ്ങൾ വിത്ത് പാകുമ്പോൾ അതിൽ നിന്നും സസ്യങ്ങൾ മുളച്ചു വരുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന് സാധ്യമാണ്. പക്ഷേ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിയില്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. വൽ ജിബാല അർസാഹ, വീണ്ടും അള്ളാഹുവിൻ്റെ ശക്തിയെ കുറിച്ച് പറയുന്നതാണ്. വൽ ജിബാല, പർവ്വതങ്ങളെയും അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. വൽ ജിബാൽ, പർവ്വതങ്ങൾ, പർവ്വതങ്ങളെ അർസാഹ, അതിനെ മുർസി, ഉറപ്പിച്ചു നിർത്തുക എന്നാണ്. ഉറപ്പിച്ചു നിർത്തുക, നങ്കൂരമിടുന്നതിന് അർസ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്, കപ്പൽ നങ്കൂരമിടുന്നതിന്. വൽ ജിബാല അർസാഹ, അവൻ പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തി. ആ ഉറപ്പിച്ചു നിർത്തുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ ഭൂമി നിങ്ങളെയും കൊണ്ട് ആടി ഉലഞ്ഞു പോകാതിരിക്കാനാണ് അള്ളാഹു പർവ്വതങ്ങളെ സൃഷ്ടിച്ചതും പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തത്. അപ്പോൾ ഭൂമിയുടെ സംരക്ഷണം പർവ്വതങ്ങളിലൂടെ അള്ളാഹു നടപ്പിലാക്കുന്നു. ആ പർവ്വതങ്ങൾ മനുഷ്യൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പർവ്വതങ്ങൾ എന്ന് വെച്ചാൽ ഭൂമിയുടെ നിലനിൽപ്പിന് തുരങ്കം വെക്കുന്നതും അതിനെ നശിപ്പിക്കുന്നതും മനുഷ്യകരങ്ങൾ തന്നെയാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ പർവ്വതങ്ങളെ സ്ഥാപിച്ചത് അള്ളാഹുവാണ്. ആ പർവ്വതങ്ങളുടെ വേര് ആഴത്തിലേക്ക്, ആണി പോലെ ആഴത്തിലേക്ക് നിർത്തിവെച്ചിരിക്കുന്നതും അള്ളാഹു തന്നെയാണ്. ഈ ഭൂമി ആടി ഉലയാതെ അതിനെ പിടിച്ചു നിർത്തുന്നതും അള്ളാഹുവാണ്. അപ്പൊ ഇതൊക്കെ മതാഅല്ലക്കും വലിയ അൻആമിക്കും, മനുഷ്യർക്ക് മാത്രമല്ല നിങ്ങൾക്ക് വിഭവമായിട്ടും വലിയ അൻആമിക്കും, നിങ്ങളുടെ കാലികൾക്ക്, അൻആം എന്ന് പറഞ്ഞാൽ കാലികൾക്കും വിഭവമായിട്ടാണ് അള്ളാഹു ഭൂമിയിലുള്ള സസ്യങ്ങളും മഴയും വെള്ളവും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ ശക്തിയും കഴിവുമാണ്. ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ ശക്തിയും കഴിവായിട്ട് പറഞ്ഞേ? ഒന്ന് ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആകാശത്തെ ഉയർത്തി നിർത്തിയത്, രാവും പകലും മാറി മാറി സഞ്ചരിക്കുന്നത്, പിന്നെ ഭൂമിയെ പരത്തിയത് അഥവാ വാസയോഗ്യമാക്കിയത്, അപ്പോ ഏതൊക്കെയായിരുന്നു? ഭൂമിയെ മനുഷ്യന് വാസയോഗ്യമാക്കിയത്, വെള്ളം ഭൂമിയിൽ നിന്നും പുറപ്പെടുവിച്ച് നൽകുന്നത്, സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ശക്തിയിലും അള്ളാഹുവിൻ്റെ കഴിവിലും പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതൊക്കെ. അപ്പൊ ഇത്രയും സംഗതികൾ അള്ളാഹുവിന് കഴിയും എന്നിരിക്കെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ് എന്നിരിക്കെ, അതേ അള്ളാഹുവിന് ഇതിനേക്കാൾ ഈ പറഞ്ഞ സൃഷ്ടിപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരന്മാരായ, വളരെ വലിപ്പം കുറഞ്ഞ ഇത്തിരി കുഞ്ഞന്മാരായ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അവർക്ക് ജീവൻ നൽകാനും അവർക്ക് ജന്മം നൽകാനും, ഇനി ശരീരം മൊത്തം ആ മണ്ണിനോട് ലയിച്ചു ചേർന്നാലും അതിനെ വീണ്ടും മടക്കിക്കൊണ്ടുവരുവാനും അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന് പ്രയാസമില്ലെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. മരിച്ചതിന് ശേഷം വീണ്ടും ജീവൻ നൽകി എഴുന്നേറ്റ് വന്ന് നിൽക്കും. ആ നൃത്തത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇദാ കുന്ന ഇളാമൻ നഹിറ എന്ന് ചോദിച്ചിട്ട് കാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ എന്ന് പറഞ്ഞേ, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ നിഷേധിച്ച് തള്ളിയ അതേ ഉയർത്തെഴുന്നേൽപ്പാണ്, അതേ നൃത്തമാണ് ഇതെങ്കിൽ ഞങ്ങളുടെ ഈ മടക്കം നഷ്ടകരം തന്നെയാണ് എന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾ അവിടെ വെച്ച് പറയും. അപ്പൊ അവിടെ പിന്നെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടോ കാര്യമില്ലല്ലോ. അപ്പൊ അത് ദുനിയാവിൽ തന്നെ ആ കാര്യം ബോധ്യപ്പെടണം. മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും, പുനർജന്മം ഉണ്ട്
എന്ന് ദുനിയാവിൽ വെച്ച് തന്നെ ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഉദാഹരണങ്ങളൊക്കെ നിരത്തുന്നത്. അതിന് പ്രവാചകന്മാർ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല ഘട്ടങ്ങളിലായി വന്നു. തള്ളിക്കളഞ്ഞവർക്ക് ശിക്ഷ ലഭിച്ചു. ഇനി പ്രവാചകന്മാർ പറയുന്ന വാദങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കുക. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, ഭൂമിയിലേക്ക് നോക്കുക, പർവ്വതങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് കുടിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കുക, മുളച്ചു വരുന്ന സസ്യങ്ങളിലേക്ക്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കെങ്കിലും നോക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ കൈവശം എത്തുന്നത്, നിങ്ങൾ ഇതിനെയൊക്കെ അനുഭവിക്കുന്നത്, നിങ്ങളിവിടെ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായ ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആകാശം അങ്ങനെ അവിടെ നിൽക്കില്ല, നേരെ ഇടിഞ്ഞു വീഴും, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നില്ല. സൂര്യൻ അങ്ങനെ നിൽക്കില്ല. സൂര്യൻ എങ്ങനെയാണ് ഒരാൾ നിയന്ത്രിക്കാതെ, ഒരാൾ റിമോട്ട് കൺട്രോൾ വെച്ച് ചലിപ്പിക്കാതെ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാ? സൂര്യൻ ഒരാൾ അതിന്റെ പിറകിലില്ലാതെ അതിനെ തനിയെ തോന്നി. അങ്ങനെയാണെങ്കിൽ പിന്നെ റെസ്റ്റ് എടുക്കണ്ടേ? കുറെ വർഷങ്ങളായില്ലേ സൂര്യൻ ഇങ്ങനെ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അപ്പൊ കുറച്ചാളൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് സൂര്യന് തോന്നിയാലോ, ചന്ദ്രന് തോന്നിയാലോ, രാത്രിക്കും പകലിനും തോന്നിയാലോ? തോന്നില്ലല്ലോ. ഇനി ഭൂമിക്ക് തന്നെ ഒന്ന് തോന്നിയാലോ? കുറെ നാളായി ഞാൻ മനുഷ്യന് വേണ്ടി ഇങ്ങനെ സസ്യങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് കേൾക്കുന്നു. ഇനി ഒരു പ്രദേശത്തും ഭൂമിയിൽ എവിടെയും സസ്യങ്ങൾ മുളയ്ക്കേണ്ടതില്ല, കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന് ഭൂമി അങ്ങോട്ട് തീരുമാനിച്ചാലോ? കാരണം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ലോകാവസാനം വരെയും ഭൂമിയിൽ ജീവിക്കുന്നവർക്ക്, ജനിക്കുന്നവർക്ക് അന്നം ഓഫർ ചെയ്തിരിക്കുന്നത് അള്ളയാണ്. അവർക്ക് ഭക്ഷണം ഓഫർ ചെയ്തിരിക്കുന്ന അള്ളയാണ്. അള്ളാഹു അതിനുള്ള ഭക്ഷണം നൽകും, ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ നൽകും. പിന്നെ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ എന്ന് പറയുന്നുണ്ട്. കരയിലും കടലിലും ഒക്കെ പ്രശ്നങ്ങൾ സങ്കീർണമാകും, അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. അത് ഭൂകമ്പം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ മരങ്ങളും വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഒക്കെ അന്യായമായി തകർത്ത് കളയുന്നതിന്റെ ഭാഗമായി പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ടാകും. അപ്പോഴും ഈ പറഞ്ഞ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായിരിക്കെ അള്ളാഹുവിന് പിന്നെ എന്നെ വീണ്ടും സൃഷ്ടിക്കാൻ വല്ല പ്രയാസവും ഉണ്ടോ എന്ന് മനുഷ്യൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഒരല്പം ഒന്നിരുന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും ശക്തിയും കഴിവുമുള്ള അള്ളാഹുവിന് പിന്നെ എന്നെ, ഞാനൊന്ന് മരിച്ചാലും പിന്നെ വീണ്ടും സൃഷ്ടിക്കാൻ എന്താണ് പ്രയാസം? ഇന്നിപ്പോ പലതും ക്ലോണിങ്ങിലൂടെ പലതും ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അതേ രൂപത്തിലുള്ള വേറൊരാളെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പിന്നെ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിനെ തള്ളിപ്പറയാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. സ്വഹാബാക്കൾക്കും അതിനുശേഷം ഒരു തൊട്ട് മുമ്പ് വരെയുള്ള തലമുറകളെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിനെ തള്ളിപ്പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ന്യായങ്ങൾ ഉന്നയിക്കാമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു ന്യായവും ഉന്നയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകളെ രൂപപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ശാസ്ത്രം വികസിച്ചു. അപ്പൊ പിന്നെ ഇതിനെയൊക്കെ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബിന് അത് പറ്റില്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചേ പറ്റുള്ളൂ. നിഷേധിക്കുന്ന ആളുകളും ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ അവർ ഈ പറഞ്ഞ ക്ലോണിങ് പോലുള്ള സംഗതികളൊക്കെ നിഷേധിക്കേണ്ടി വരും. അങ്ങനെ ഒരു രൂപത്തെ ഉണ്ടാക്കുന്നത്, അതിന്റെ ഫലവും അനന്തരഫലവും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഒന്നിനെ ഉണ്ടാക്കുന്നു. അപ്പൊ അള്ളാഹുവിന് പിന്നെ എന്തുകൊണ്ട് കഴിയില്ല? അള്ളാഹുവിനും അത് സാധ്യമാകും. അപ്പൊ അതിന് വിശ്വസിച്ച് കഴിഞ്ഞാലുള്ള അടുത്ത ഘട്ടം എന്താ? ഇങ്ങനെ ഒരു നമ്മുടെ രൂപത്തെ അള്ളാഹുവിന് വീണ്ടും അത് മണ്ണിനോട് ലയിച്ചു ചേർന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാലുള്ള അടുത്ത ഘട്ടം പിന്നെ അങ്ങനെയുള്ള ഒരു ദിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവുക എന്നതാണ്. അങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്ത സർവ്വതും നമ്മളോട് ചോദിക്കും. സർവ്വതും അവിടെ പ്രദർശിപ്പിക്കപ്പെടും. തെറ്റുകളും നന്മയും തിന്മയും ഒക്കെ, അത് അണുവളവാണെങ്കിൽ പോലും നന്മയായാലും തിന്മയായാലും അവിടെ പരസ്യമാക്കപ്പെടും. അത് നമ്മൾ അറിയും, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. അപ്പൊ അവിടെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, അങ്ങനെ ഒരു ജന്മം ജീവിതമുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും സ്വർഗവും നരകവും വേണമല്ലോ. സ്വാഭാവികമായിട്ട് വരേണ്ട ഒരു സംഗതിയാണ് സ്വർഗവും നരകവും എന്നുള്ളത്. അപ്പൊ അവിടെ സ്വർഗം വേണമോ നരകം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടെ ചെന്നിട്ടല്ല, പിന്നെ അതെ ഇവിടെ നിന്നിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഈ ചില
പൂർവ്വസൂരികളായ ആളുകൾ, സലഫുകളായ ആളുകൾ അവരുടെ ചില ചിന്തകളും ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള അവരുടെ ആലോചനകളും അവർ സ്വന്തത്തോട് തന്നെ സംവദിക്കുന്നതുമായ ചില സംഗതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാൻ എന്നെ നരകത്തിലായിട്ട് ഇങ്ങനെ കാണും, ഞാൻ നരകത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ഇങ്ങനെ കാണും. അതിനു മുമ്പ് പറയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ഇങ്ങനെ കാണും. എന്ന് വെച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അനുഗ്രഹങ്ങൾ, അവിടെയുള്ള തോട്ടങ്ങൾ, അവിടെയുള്ള ആസ്വാദനങ്ങൾ, നല്ല ഇളം കാറ്റ്, ആവശ്യത്തിന് ഭക്ഷണം, അരുവികൾ, പുഴകൾ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇതിന്റെ ആസ്വാദനങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ എന്നെ തന്നെ നരകത്തിൽ കാണും. ഞാൻ നരകത്തിൽ നിൽക്കുന്നു. നരകത്തിലെ സക്കൂം വൃക്ഷം, ഐസ്ലീൻ, ലരീഅ് എന്നൊക്കെ പറയുന്ന മുള്ളും കയ്പും ചീഞ്ചലവും ഇതൊക്കെ ഇങ്ങനെ ഭക്ഷിക്കുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തെ കത്തിച്ച് കരിച്ച് കളയുന്ന അഗ്നി, നരകാഗ്നി. അങ്ങനെ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത നരകത്താൽ വലയം ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എന്നെ കാണുന്നു. എന്നിട്ട് ഇത് രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യും. ഏത് വേണം? സ്വർഗം വേണോ? ആസ്വദിക്കുന്ന സ്വർഗം വേണോ? അല്ലെങ്കിൽ നരകം വേണോ? അപ്പൊ എന്തായിരിക്കും മനസ്സ് പറയാ? മനസ്സ് പറയാ എന്തായിരിക്കും? ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും കരകയറുകയും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയും. അപ്പൊ അത് എപ്പോഴാണ് സാധ്യമാവുക? എന്നിട്ട് ആ സലഫ്, ആ പൂർവ്വസൂരിയായ ആൾ സ്വന്തത്തോട് തന്നെ പറയും, അങ്ങനെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള അവസരം ഇപ്പോഴാണ് നിനക്കുള്ളത്. അവിടെ ചെന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് വാങ്ങണമെങ്കിൽ, അത് നേടിയെടുക്കണമെങ്കിൽ ജീവിക്കേണ്ടത് ഇവിടെയാണ്, ഈ ലൈഫാണ്, ഈ ജീവിതമാണ്. ഈ പ്രവർത്തിച്ചോ, നിനക്ക് ആവശ്യമായ അമലുകൾ ചെയ്തോ, സൽക്കർമ്മങ്ങൾ ചെയ്തോ, അത് വർദ്ധിപ്പിച്ചോ, ഇബാദത്തുകൾ മുഴുകിക്കോ. അപ്പൊ അങ്ങനെ അതേ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇവിടെ ഈ ദുനിയാവിൽ ഈ ആയുഷ്കാലത്ത് അമലുകൾ ചെയ്താൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് അവരോട് തന്നെ സംസാരിക്കുന്നതായിട്ട് ചരിത്രങ്ങൾ കാണാം, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇനിയില്ല. നമ്മളെ എല്ലാവരെയും അള്ളാഹുവിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിസ്സാരമായി സാധിക്കും. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ മരണത്തിന് മുമ്പ് ചെയ്തതൊക്കെയും അവിടെ ചോദിക്കും, അവിടെ പ്രദർശിപ്പിക്കപ്പെടും. ആ സന്ദർഭത്തിൽ അവിടെയുള്ള ചോദ്യങ്ങൾക്ക് സന്തോഷത്തോടുകൂടി മറുപടി പറയാൻ കഴിയണമെങ്കിൽ, നന്മയുടെ തുലാസിന് കനം തൂങ്ങണമെങ്കിൽ ആ പ്രവൃത്തി ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നതും ഈ ആയത്തുകളൊക്കെ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. അപ്പം ഇത്രയാണ്. ബാക്കി അടുത്ത ആഴ്ച ആകാം. അപ്പൊ ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ തെളിവുകളായി, ചിന്തിക്കാനുള്ള തെളിവുകളായിട്ട് സൂറത്ത് നാസിയാത്തിൽ അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും. ഒന്നുമില്ലോ, എല്ലാം പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നോണ്ടേ സംശയങ്ങൾ ഉണ്ടാവില്ല. പരലോകമാണ് അബസ, മുത്തഫിഫീൻ, തക്വീർ, ഇൻഫിത്താർ, ഇൻഷിക്കാക്ക്, ഇപ്പോഴത്തെ നാസിയാത്ത്. ഇനി ഇതിലും സൂറത്ത് നബയിലും ഏകദേശം അത് തന്നെയാണ്. പരലോകം, സ്വർഗം, നരകം ഒക്കെ തന്നെയാണ് വിശദീകരിക്കുന്നത്. കുറച്ച് പേടിച്ചാലാണ്, കുറച്ച് പോലീസിനെ പേടിച്ചാലാണല്ലോ, ട്രാഫിക് പോലീസിനെ പേടിച്ചാലാണ് നിയമങ്ങൾ ശരിയാക്കി പോകുള്ളൂ എന്ന് പറയലാണ്. കുറച്ച് പരലോകത്തെയും പടച്ചവനെയൊക്കെ പേടിച്ചാലാണ് ജീവിതം നേരവേ പോകുള്ളൂ. മനുഷ്യന്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്. ചിലതിനോട് പേടി തോന്നുമ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് ലെവലാകാൻ ശ്രമിക്കുള്ളൂ. മാതാപിതാക്കളെ പേടിയില്ലാത്ത മക്കളാണെങ്കിൽ കാര്യം പോയെന്നാണ്. അധ്യാപകരെ പേടിയില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ നിയന്ത്രിക്കാൻ കിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ട്രാഫിക് നിയമങ്ങളും റൂൾസുകളും ഒന്നും പാലിക്കാതെ ഒരാളെയും പേടിയില്ലാതെ ഫൈൻ അടയ്ക്കാന്നുള്ള പേടിയില്ലെങ്കിലോ ഒക്കെ അപകടങ്ങൾ കൂടെയുള്ള ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പടച്ചവനോടും സ്നേഹമൊക്കെ ഉണ്ടാകണം, അതോടൊപ്പം കുറച്ച് പേടിയും വേണം. ആ പേടിയോടുകൂടി ജീവിക്കുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു റൂട്ടിൽ പോകുള്ളൂ. ഇപ്പൊ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്താൽ, നന്മ ചെയ്താൽ ഒരുപാട് അനുഗ്രഹങ്ങളും നൽകും. രണ്ടുമുണ്ട്. ഓക്കെ, സമയമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഒരു ബോധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും സദാ ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമാണ്, ഇവിടെ ചെയ്യുന്നതാണ്
പരലോകത്തൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവുള്ളൂ. അത് പ്രവർത്തനത്തിലൂടെ വരുമ്പോൾ തന്നെയാണ് അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള നമ്മുടെ പരലോകത്തേക്കുള്ള ഒരു ഖജനാവ് നിറയ്ക്കലായി ദുനിയാവിലുള്ള ഇഹത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നയിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ പരലോക മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ലഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അല്ലാഹു അത്തരത്തിൽ സ്വർഗം നേടിയെടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തത്തെ നിരന്തരം വിചാരണ ചെയ്ത് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിലും വിശ്വാസികളുടെ കൂട്ടത്തിലും പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ശിഫ നൽകുകയും പൂർണ്ണ ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയും കഴിവും അള്ളാഹു നമുക്ക് ഏവർക്ക് നൽകുമാറാകട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم وبحمدك. السلام عليكم.